പറഞ്ഞു. ഞാൻ വിചാരിച്ചു അനുമോൾക്കും എന്നോട് ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ അത് അവിടെ വെച്ച് തീർന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്. ആ ചാപ്റ്റർ അവിടെ തീർന്നു എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഇനി വേറൊരു കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് പെരുമാറരുത്. ഇല്ല, ഞാനൊന്നും പെരുമാറുന്നില്ല. പിന്നെ എന്റെ നേച്ചർ എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. മനസ്സിലായി. അപ്പോ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ക്ഷമിക്കണം, അത്രേ ഉള്ളൂ. ഒരു തെറ്റും സംഭവിച്ചിട്ടൊന്നുമില്ല. എനിക്ക് പോണോ? എന്ത് എനിക്കും പോണമെന്നൊക്കെ എന്തുവാടേ അവര് സല്ലപിക്കട്ടെ. സല്ലപിക്കല്ല, എന്തിനാണ് ബുദ്ധിമുട്ടിക്കണത്? അത് സല്ലപിക്കല്ല, അതില്ല എന്നൊക്കെ പറഞ്ഞതാക്കാണ്. വിഷമിക്കണ്ട, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ. എന്തോ ആയിക്കോട്ടെ, അത് അതിനൊരു പ്രൈവറ്റ് സ്പേസ് അതൊക്കെ തിരിച്ച് ഇഷ്ടം തോന്നുമായിരിക്കും എന്ന് പറയാൻ കാര്യം എന്താ? എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിരുന്നു. എന്താ അതെന്താ അങ്ങനെ? അതങ്ങനെ തോന്നിയിരുന്നു. തമാശക്ക് അങ്ങനെയൊക്കെ അന്ന് ഫ്രൈഡേ അങ്ങനെ കാണിച്ചതാണോ? അല്ല, എനിക്കങ്ങനെ തോന്നിയിരുന്നു. അനുമോളുടെ ഭാഗത്തുനിന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു. അപ്പോ അതാണ്, മറ്റ് വേറെ ഇതുകളൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയുന്നതല്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് ഒരുമിച്ച് ജീവിച്ചിട്ട് ഇത്ര നാളായില്ലേ. അപ്പൊ ഞാനൊരു എന്താ പറയാ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒന്നത്തെ കാര്യം, ഞാൻ ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് അന്ന് ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഷോ. അല്ല, നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്താ കാലത്ത് നേരത്തെ തുണി ഉണങ്ങും? സ്റ്റാൻഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് എടുത്തിട്ടാണ്. ഇല്ല, പിന്നെ അതിന് മുന്നേക്ക് ഞാന് തമാശക്കാണ് അന്ന് ഇങ്ങനെയൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ വെറുതെ. അപ്പൊ ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാത്രല്ല, ഞാനും നൂറ് യാതിലേക്ക് എന്ത് തമാശ കാണിച്ചാലും ചേട്ടൻ ആ ഒരു സെൻസിൽ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമല്ല. അത് കുഴപ്പമില്ല, അങ്ങനെ തോന്നി, അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. ഫീൽ ഫ്രീ എന്നൊക്കെ പറയുന്നു, അതേ അവസ്ഥയാണ്. അപ്പൊ അത് കഴിഞ്ഞു, അത് തീർന്നു. അന്ന് കുറച്ച് വിഷമമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വിഷമൊക്കെ പോയില്ലേ? ഫ്രീ ആണ്. അതുകൊണ്ടാണ് നന്നായിട്ട് ചിരിക്കാൻ പോലും പറ്റണത്. ഇനി ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട. എനിക്ക് ടെൻഷനൊന്നുമില്ല. വീണ്ടും പറയുന്നു, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, ഒരാൾ ഇഷ്ടമെന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ, സന്തോഷമുള്ള കാര്യമാണത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ ചിരിച്ചതും പെട്ടെന്ന് ഷോക്ക്, ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി. ഒരാളിങ്ങനെ മുഖത്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വിവാഹം കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-11 വർഷത്തിന് ശേഷമാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അതിന് മുന്നേയൊക്കെ ഒരുപാട് പേര് പഠിക്കുന്ന സമയത്തൊക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം മുഖത്തോക്കി ആരും ധൈര്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ചിരിയും വരും, സന്തോഷവും വരും. പക്ഷെ തിരിച്ചു തോന്നണോ വേണ്ടെന്നുള്ളത് മറ്റുള്ള കാര്യമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അനുമോളുടെ ആ ഒരു ഒപ്പീനിയനെ ഞാൻ ബഹുമാനിക്കും.
ശ്രമിക്കുന്നു. അപ്പോ എന്തുകൊണ്ട് തെറ്റിദ്ധാരണയ്ക്കുള്ളത്? അനീഷേട്ടൻ അതിനുള്ള പക്വതൊക്കെ ഉണ്ട്. അല്ല, പുള്ളി ഹോപ്പ് വെച്ച് നിൽക്കുന്നത് ശരിയല്ലാന്നേ. അയാൾക്ക് ഹോപ്പൊന്നുമില്ല. ആള് എന്നെ പറഞ്ഞ ആൾക്ക് മനസ്സിലായി. വീണ്ടും പറയുന്നു, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇല്ലില്ല, ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അത് തുറന്നു പറഞ്ഞു. അതിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ എന്റെ വെയിലത്തിരിക്കുന്നേ അതിലെയും നെവിനും പോത്തോളത്തെ ഒരു പേരിനെ കിട്ടിയതറിയാം. സത്യം തുണിയിട്ടില്ലേടാ? തുണിയെടുത്ത് ഓക്കെ. എന്താ എനിക്ക് താടാ ശരിക്കും. ആളിങ് വാ. എന്താ പോലെ പന്നണ്ടാ? അത് തന്നെ. പുള്ളി അവിടെ നിന്ന് നോക്കാണ് കേട്ടാ. അതിനെന്താ? ഷാനവാസിന്റെ പെടലി ഒടുങ്ങി ഇവിടെ നിന്ന് നടക്കണെന്ന് അറിയാനായിട്ട്. പറഞ്ഞു കേട്ടില്ലേ? കുറച്ച് കേട്ട്. പുള്ളിക്ക് മനസ്സിലായണം. അപ്പൊ കുഴപ്പമില്ല. പുള്ളിക്ക് ഉള്ളുന്നത് പോകാൻ വേണ്ടിട്ടായിരുന്നു. എനിക്കൊരു ആശ്വാസമായി, ഒപ്പം ടെൻഷനുമായി പോയി. പെട്ടെന്ന് വന്നിരുന്നപ്പോഴേ എന്താ സംസാരിക്കാൻ വരുന്നത് എനിക്കറിയില്ലല്ലോ. ചിലപ്പോ വീണ്ടും പറയാൻ വേണ്ടി വരണമെങ്കിൽ എന്ത്. ഞാൻ പിന്നെ ബ്രദർന്ന് പറഞ്ഞ വാക്ക് ഞാൻ അവിടെ ഉപയോഗിച്ചു. കഷ്ടം തോന്നും അല്ലേ? പിന്നെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി. എന്ത് തെറ്റ് സംഭവിച്ചേ? ഇനി പറഞ്ഞത് നിനക്ക് നീ ബുദ്ധിമുട്ടായോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് വിഷമം തോന്നി, അത്രേ ഉള്ളൂ. കാറ്റാർന്ന് ഇവിടെ കുറെ നേരം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇതുപോലെ പിള്ളേരുണ്ട് വന്ന് ഒളിഞ്ഞ് കേട്ടോണ്ടൊക്കെ ഇരിക്കും. പഠിപ്പായിട്ട് 65 വർഷമായി, എന്നിട്ടും അതൊക്കെ അങ്ങനെ ഓർത്തിരിക്കണേ വരും. ഞാൻ പറഞ്ഞു ഒരു 11 വർഷത്തിനൊക്കെ ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് വിവാഹം കഴിച്ചാലെന്നൊക്കെ പറയുന്നത്. സത്യം. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്ന് ഒരു സത്യം പറഞ്ഞൊരു സന്തോഷവും തോന്നും, പിന്നെ ഒരു ചളുപ്പ് തോന്നില്ലേ, ഈ ഇങ്ങനെ ചമ്മല് അത് തോന്നും. അപ്പൊ ദേഷ്യം തോന്നൂല എനിക്കും. ചിലപ്പോ ചില ആൾക്കാർക്ക് ദേഷ്യം തോന്നുമായിരിക്കും. എനിക്ക് ആ കാര്യത്തിൽ ദേഷ്യം തോന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. പിന്നെ അയാൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുള്ളത് പിന്നെയുള്ള കാര്യല്ലേ. അങ്ങനെ പറഞ്ഞത് ക്ലാരിറ്റി വരുത്തിയില്ലേ? ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്ന്. അതത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് പുള്ളി വീണ്ടും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്ന പോലെ തോന്നി കേട്ടോ ഇവിടെ വന്നിരുന്നപ്പോ. അത് നമുക്കൊരാള് സംസാരിക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. പ്രതീക്ഷ ഉണ്ടെന്നുള്ള രീതി സംസാരിച്ചു. ഇത് കേട്ടിട്ട് ഇവനെന്നെ സ്ട്രെസ്സായി പോയി. പാവം ചെറുക്കൻ. ഞാനാ കരച്ചിൽ ഒപ്പി കൊടുത്ത നനഞ്ഞ് പിഴിഞ്ഞെടുത്ത് പോയി കടന്നോട്ടാ മോൻ. ഇവിടെ നമ്മള് ക്ലിയറായി. ഞാൻ ഇവളോട് പറയായിരുന്നു, അല്ലെങ്കിൽ നീ ഇത് ക്ലിയർ ആക്കി പറഞ്ഞില്ലായിരുന്നെങ്കിൽ പുറത്ത് വേറെ പോലെ സംഭവം എനിക്കറിയോ. അത് ഞാൻ എങ്ങനെ പറയാം, ഇപ്പൊ ചിലപ്പോ എനിക്ക് കുറച്ചൊക്കെ എനിക്ക് ആണുങ്ങളുടെ മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പെൺകുട്ടികളാണ് കൂടുതൽ എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ആണുങ്ങളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരു പെൺകുട്ടി എടുത്ത് ഇഷ്ടമാണെന്ന് പറയത്തില്ലേ, വെറുതെ കയറി പറയത്തില്ല. ചിലപ്പോ വെറുതെ അന്നൊക്കെ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇതുപോലുള്ള ആൾക്കാരുണ്ട്, കണ്ടിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതെല്ലാ ആൾക്കാരും നല്ല ആൾക്കാരല്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഇതുപോലുള്ള മനുഷ്യന്മാര് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം ഭയങ്കര ഇഷ്ടം, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ആ ഇഷ്ടം ഒറ്റ വാക്കിൽ ഇപ്പൊ ഞാൻ